കൂട്ടുകാർക്കും വായനദിനാശംസകൾ. വായനാ ദിനത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക അസംബ്ലി ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സമർപ്പിച്ചു വാഴ്ത്തുന്നു ദിവ്യാവതാരം ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ഇന്നത്തെ ചിന്താ വിഷയങ്ങൾ: വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോകവാർത്തകൾ. പിന്മറിയുന്നു. ഇറാൻ US ഇടപെടൽ അനാവശ്യമാണ് എന്ന് ട്രംപിന് മുന്നറിയിപ്പ്. രാജ്യവാർത്തകൾ. ഓപ്പറേഷൻ സിന്ധു പുതിയ ദൗത്യവുമായി കേന്ദ്ര സർക്കാർ. കേരള വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്പോർട്സ് വാർത്തകൾ. ലോക ക്രിക്കറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ദക്ഷിണാഫ്രിക്ക നേടി. നന്ദി. നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് PN പണിക്കർ എന്നറിയപ്പെടുന്ന പുതുവായിൽ നാരായണ പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ച് നാം അദ്ദേഹത്തെ ആദരിക്കുന്നു. അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വായിച്ചു വളരുക. ഇതാകട്ടെ നമ്മുടെ മുദ്രാവാക്യം. നന്ദി. നമസ്കാരം. ഞാൻ PN പണിക്കർ. നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കൊണ്ടുവരണം നമ്മൾ വളരുന്നു. അതുകൊണ്ട് വായിച്ചു വളരുക, ചിന്തിച്ച് വിവരം നേടുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ കുഞ്ഞുണ്ണു. നിങ്ങൾ എന്റെ കവിതകൾ പഠിച്ചിട്ടുണ്ടോ? ഇതാ നിങ്ങൾക്ക് വേണ്ടി എന്റെ 2 കവിതകൾ ചൊല്ലാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ പറയും. ആ എന്നൊരക്ഷരം എത്ര വലുത്, ആനയും എത്ര വലുത്, ആ മരം വലുത്. ആ ഓതും നേരത്തെങ്ങളുടെ വായയും എത്ര വലുത്. വായന അക്ഷരമധുരം നുണഞ്ഞി